കേരളത്തിൽ ഏറെ ചർച്ചയായ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്ന കേസ് ഒതുക്കിത്തീർക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായി ആരോപണം. ചോദ്യപേപ്പർ ചോർത്തിയെന്ന് ആരോപണം ഉയർന്ന MS സൊല്യൂഷൻസിന്റെ CEO ഷുഹൈബ് മീഡിയ വൺ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്, തങ്ങൾ ഈ ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത് പ്രമുഖ പ്ലാറ്റ്ഫോമായ സൈലത്തിന്റെ വീഡിയോയിൽ നിന്നാണ് എന്നാണ്. 10ാം ക്ലാസ് കെമിസ്ട്രി പരീക്ഷയിൽ തങ്ങൾ പറഞ്ഞ 4 ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചതെന്നും ബാക്കിയെല്ലാം സൈലത്തിൻ്റേതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് തങ്ങളെ മാത്രം ചോദ്യം ചെയ്യുന്നുവെന്നും സൈലത്തിനെതിരെ നടപടിയില്ലാത്തത് എന്തുകൊണ്ടാണെന്നുമാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇതേ ചോദ്യം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തിയ മന്ത്രി V ശിവൻകുട്ടിയോട് മീഡിയ വൺ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്. സൈലത്തിനെതിരെ നടപടിയില്ലേ എന്ന ചോദ്യത്തിന് മന്ത്രി V ശിവൻകുട്ടി ഒഴിഞ്ഞു മാറുകയാണ്. പറയാനുള്ളതെല്ലാം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുവെന്നാണ് മന്ത്രി പറയുന്നത്. ഇതോടെ സൈലത്തിനെ തൊടാൻ പേടിയോ എന്ന സബ് ടൈറ്റിലുമിട്ട് മീഡിയ വൺ വാർത്ത കൊടുത്തിരുന്നു. ഈ വാർത്തയും അധ്യാപക സർക്കിളുകളിൽ അടക്കം വ്യാപക ചർച്ചയാവുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഗ്രൂപ്പാണ് സൈലം. ഇടതു നേതാക്കളുടെയും അധ്യാപക സംഘടനകളുടെയും അകമഴിഞ്ഞ പിന്തുണ ഇവർക്കുണ്ട്. പല സർക്കാർ സ്കൂൾ കോളേജ് അധ്യാപകരും എന്തിന് AEOമാരും DEOമാരുമൊക്കെ ഇവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പണം ഞങ്ങൾ തരും. ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കാതെ MS സൊല്യൂഷൻസിനെ മാത്രം ബലിയാടാക്കി കാര്യങ്ങൾ അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത് എന്ന് ആരോപണം ശക്തമാണ്. സത്യം പുറത്തു വന്നാൽ പ്രതിക്കൂട്ടിലാവുക ഇടത് സഹയാത്രികരാവും. അതിനിടെ കേസിൽ FIR രജിസ്റ്റർ ചെയ്തു. ഇക്കൊല്ലത്തെ നേരത്തെ ഓണപരീക്ഷയുടെ SSLC ചോദ്യപേപ്പറുകൾ ഇതേ യൂട്യൂബ് ചാനലിലൂടെ ചോർന്നിരുന്നു. അന്ന് യൂട്യൂബ് ഉടമയുടെ മൊഴിയെടുത്തിരുന്നെങ്കിലും തുടർ നടപടികളുണ്ടായില്ല. ചോദ്യപേപ്പർ അച്ചടിച്ച ആപ്റ്റിൽ ലോട്ടറിയടക്കം സുപ്രധാന രേഖകളുടെ പ്രിന്റിംഗ് അതിസുരക്ഷയോടെയാണ് നടക്കുന്നത്. അതിനാൽ ചോരാൻ സാധ്യത കുറവാണ്. അതേസമയം ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്കും കടക്കുന്നുവെന്ന് CPM മുഖപത്രമായ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൽ ക്ലാസുകൾ എടുക്കുകയും ക്ലാസുകൾ തയ്യാറാക്കാനായി സഹായിക്കുകയും ചെയ്യുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് നേരെയാണ് അന്വേഷണം. MS സൊല്യൂഷനെതിരെ മുൻപ് പരാതി നൽകിയ സ്കൂൾ അധ്യാപകരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഇവരിൽ നിന്ന് തെളിവുകളും ശേഖരിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അധ്യാപകർക്കോ വിദ്യാഭ്യാസ വകുപ്പിലെ മറ്റു ജീവനക്കാർക്കോ പങ്കുള്ളതായി അറിയില്ലെന്നാണ് ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞത്. മുൻകാലങ്ങളിലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട രേഖകളും ശേഖരിച്ചു. കോഴിക്കോട് DDE, താമരശ്ശേരി DEO, കൊടുവള്ളി AEO എന്നിവരിൽ നിന്നാണ് വിവരങ്ങൾ എടുത്തത്. കൊടുവള്ളിയിലെ MS സൊല്യൂഷൻസ് അടക്കം ചോദ്യങ്ങൾ പ്രവചിച്ച മുഴുവൻ യൂട്യൂബ് ചാനലുകൾക്കെതിരെയും അന്വേഷണം വേണമെന്ന് DDE മനോജ് കുമാർ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യൂട്യൂബ് ചാനലിലെ വീഡിയോകളും സംഘം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ തങ്ങൾ മറ്റ് പ്ലാറ്റ്ഫോമുകളുടെ വീഡിയോകൾ കൂടി നോക്കിയാണ് ചോദ്യം തയ്യാറാക്കുന്നത് എന്നും എക്സ്പീരിയൻസ് വെച്ച് ഇത് ശരിയാവുകയാണെന്നും അല്ലാതെ കോപ്പി അടിക്കുക ആയിരുന്നില്ല എന്നുമാണ് MS സൊല്യൂഷൻസ് അധികൃതർ പറയുന്നത്. വിവാദത്തെ തുടർന്ന് നിർത്തിവെച്ച MS സൊല്യൂഷൻസിന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.